Good morning, all of you. Welcome to MTM Education channel. It's me, Sheeja. നിങ്ങൾക്ക് എന്നെപ്പറ്റി കൂടുതൽ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. നിങ്ങൾക്ക് ഞാൻ തേർഡ് സെമ്മിൽ നിങ്ങൾക്ക് ലോ പേപ്പറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സെമ്മിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഫിഫ്ത്തെല്ലാം കഴിഞ്ഞു, സിക്സ്ത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സെമ്മിൽ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന പേപ്പർ കോപ്പറേഷനാണ് കേട്ടോ. നിങ്ങൾ ഓൾറെഡി ഫിഫ്ത്ത് സെമ്മിൽ കോപ്പറേഷനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റും സെക്കൻഡും നിങ്ങൾ കോപ്പറേഷൻ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് കോപ്പറേഷൻ തേർഡാണ്. ഈ സെമ്മിൽ തേർഡും ഫോർത്തും വരുന്നുണ്ട്. അതിൽ തേർഡാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബുക്കിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അപ്പോൾ അതിൽ ആ പേര് ഡിനോട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഫോറിൻ രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള കോപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ മൊത്തമായിട്ട് പറയുന്നത്. ഒരു 5-6 കൺട്രീസ് പറയുന്നുണ്ട്. അത് മൊത്തം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അതിൽ നമുക്ക് ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഒന്നും ഒരിക്കലും പറയാൻ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും ഓരോ കൺട്രീസിൻ്റെയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇട്ടിട്ടുള്ളത്, അത് ഈ ഫോട്ടോ ഇട്ടിട്ടുള്ളത് എക്സലിൻ്റെ ടെക്സ്റ്റാണ്. പക്ഷേ ആക്ച്വലി എക്സലിൻ്റെ ടെക്സ്റ്റ് അല്ല ഫോളോ ചെയ്യേണ്ടത്. ഫോളോ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, എക്സലിൻ്റെ തെറ്റൊന്നുമില്ല. ഞാൻ ഫോളോ ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റാണ്. പക്ഷേ എനിക്കത് ഇവിടുന്ന് കിട്ടിയിട്ടില്ല. സോ ഞാൻ നിങ്ങൾക്ക് തൽക്കാലം നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ പേരും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അത് ഒന്ന് ഫോട്ടോ എടുത്ത് തന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കുറേ രാജ്യങ്ങളുടെ പഠിക്കാനുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയണത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ, അതായത് ഇംഗ്ലണ്ടിലെ കോപ്പറേഷനെ കുറിച്ചിട്ടാണ്. ഗ്രേറ്റ് ബ്രിട്ടൻ ചോദിച്ചാലും ഇംഗ്ലണ്ട് ചോദിച്ചാലും സെയിം ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഇതിനകത്ത് വരിക കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഓഫ് ഇംഗ്ലണ്ട് ആയിരിക്കും. അത് കാര്യം നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ, ഗ്രേറ്റ് ബ്രിട്ടൻ ആണല്ലോ ബുക്കിലുണ്ടായിരുന്നതെന്നൊന്നും കരുതണ്ട, രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ മെയിൻ പറയുന്നത്, അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടനിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമുക്കതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി കേട്ടോ. കുറേ പരത്തിയൊരു സ്റ്റോറി പോലെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മെയിനായിട്ട് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Cooperative movement in Great Britain. Britain is known as the homeland of cooperative movement. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഹോംലാൻഡ് ആയിട്ടാണ് എന്തറിയപ്പെടുന്നത്, ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടൻ അറിയപ്പെടുന്നത്. അതായത് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇംഗ്ലണ്ടിലാണ്. ആദ്യമായിട്ടത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് ഞാൻ ഇനിയിപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇംഗ്ലണ്ടിൽ ഒരു 1740 ശേഷമാണ് ഇംഗ്ലണ്ടിൽ കാര്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അതായത് ഒരു 18th സെഞ്ച്വറി വരെ ഇംഗ്ലണ്ടിൽ ആളുകൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ളൊരു ലൈഫായിരുന്നു അവർ ലീഡ് ചെയ്തിരുന്നത്. പക്ഷേ 18th സെഞ്ച്വറി മിഡിലായിട്ട് അവിടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം എന്ന് കേട്ടിട്ടില്ലേ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായി. ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷമാണ് ഇംഗ്ലണ്ടിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. ആ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വളരെ എന്താ പറയുക, ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറേ ചേഞ്ചസും വന്നു. അതുപോലെ തന്നെ അവരുടെ ലൈഫിനെ വളരെ ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചേഞ്ചസും വന്നു. അപ്പം നോക്കാം എന്തെല്ലാമാണ് ആ ചേഞ്ചസ് എന്നുള്ളത് നോക്കാം. നല്ല രീതിയിലുള്ള വന്ന മാറ്റങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, ഇംഗ്ലണ്ടിൽ പിന്നെ അഗ്രികൾച്ചറൊക്കെ ആയിരുന്നു ഇംഗ്ലണ്ടിൽ മെയിനായിട്ട് ഉണ്ടായിരുന്ന ഫങ്ഷൻ എന്ന് എന്താ പറയുക, ആളുകൾ കൂടുതലായിട്ടും ചെയ്തിരുന്ന ജോലി എന്ന് പറയുന്നത് അഗ്രികൾച്ചറായിരുന്നു. അപ്പോൾ ഈ അഗ്രികൾച്ചറിൻ്റെ ഫീൽഡിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. കൂടുതലായിട്ട് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് എല്ലാം കൂടുതൽ വന്നു. ആദ്യം വളരെ കുറച്ച് മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ, കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ മാറിയിട്ട് അവിടെ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഉണ്ടായി. അതുപോലെ തന്നെ
കൂടുതൽ മെക്കനൈസ്ഡ് ആയിട്ട് മാറി ആളുകൾ. എന്താണ് പിന്നെ ഇനി കൂടുതൽ ഇൻഡസ്ട്രീസും കാര്യങ്ങളെല്ലാം സ്ഥാപിച്ചപ്പം കൂടുതൽ എന്താണ് മെക്കനൈസ്ഡ് ആയിട്ട് കൂടുതൽ മെഷീനറീസും കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ്. പക്ഷേ ഈ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്കും എന്തുണ്ടായിരുന്നു, അതിൻ്റേതായിട്ടുള്ള ബാഡ് എഫക്ട്സ് ഉണ്ടായിരുന്നു. ആളുകളുടെ ജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള ബാഡ് എഫക്ട്സും ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പറഞ്ഞു ഒരുപാട് മെക്കനൈസ്ഡ് ആയ മെഷീനറീസ് എല്ലാം കൂടുതൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മെഷീനറീസ് എല്ലാം കൂടുതലായിട്ട് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന ഫാക്ടറിയിലും അഗ്രികൾച്ചറിലും എല്ലാം ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് എന്ത് സംഭവിച്ചു, അവർ ജോബ്ലെസ് ആയിട്ട് മാറി. അവരുടെ പണിയെല്ലാം പോയി, അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട് മാറി. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ചെറിയ ചെറിയ വ്യവസായങ്ങളുടെയൊക്കെ സ്ഥാനത്ത് എന്താണ് വലിയ വലിയ ഫാക്ടറികൾ നിലവിൽ വന്നു. അപ്പം ഈ ഇതിൻ്റെ ഒപ്പം മെഷീനറീസ് കൂടുതലായിട്ട് അവിടെ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആളുകൾ എന്ത് ചെയ്യാൻ, ജോലി അന്വേഷിച്ചിട്ട് അവർക്ക് എന്താണ് റൂറൽ ഏരിയ വിട്ടിട്ട് ടൗണിലേക്ക് പോകേണ്ടി വന്നു. ആർക്കും ജോലി ഇല്ലാതായി. അപ്പോൾ ജോലി അന്വേഷിച്ചിട്ട് ടൗൺ ഏരിയയിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇംഗ്ലണ്ടിലെ കുറച്ച് ക്യാപിറ്റലിസ്റ്റ് ഉണ്ട്. ആ മുതലാളിമാരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ആളുകളെ, ജോലി അന്വേഷിച്ച് വരുന്ന ആളുകളെ എന്ത് ചെയ്യാൻ തുടങ്ങി, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇവർ എന്ത് ചെയ്യാണ്, ജോലി കൊടുത്തു. പക്ഷെ എന്താണ്, വളരെ ലോ വേജസ് ആണ്. കൂടുതൽ അവേഴ്സ് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുക. പക്ഷെ എന്താണ്, വളരെ കുറച്ച് വേജസ് ഇവർക്ക് എന്ത് ചെയ്തു, കൊടുക്കാൻ തുടങ്ങി. അതുപോലെ എന്താണ്, ചൈൽഡ് ലേബർ വന്നു. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കുക. 10 വയസ്സിന് താഴെ എന്നല്ല, മൊത്തത്തിൽ ചൈൽഡ് ലേബറൊക്കെ അവിടെ എന്താണ് നിലവിൽ വന്നു. അതുപോലെ ഈ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ളൊരു കണ്ടീഷൻ, ഒരു വർക്കിംഗ് കണ്ടീഷൻ, നമുക്ക് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവർക്ക് എന്താണ്, വളരെ ബാഡ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് എല്ലാം ആണ് അവർക്ക് കൊടുത്തിരുന്നത്. അതുപോലെ ഒരുപാട് നേരം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക. ഇങ്ങനെ പല രീതിയിലും എന്ത് ചെയ്യാൻ തുടങ്ങി, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ രീതിയിൽ പോകുന്ന സമയത്ത് അവരുടെ ലൈഫ്, അവിടെയുള്ള ആളുകളുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ പാത്തറ്റിക് ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ വളരെ ദയനീയാവസ്ഥയായി അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായത്. എന്തിനു ശേഷം, ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് അവർക്ക് തീരെ, അതായത് ജോലി പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കായി മാറി. വളരെ ലോ വേജസ് എല്ലാം കൊടുത്തിട്ട് അവർക്ക് പൈസ ഒന്നിനും തികയാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഒരു ഹെൽപ്ഫുള്ളായിട്ട് വന്നൊരാൾ എന്ന് പറയുന്നത് റോബർട്ട് ഓവൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പം ഇംഗ്ലണ്ടിൽ റോബർട്ട് ഓവനാണ് ആദ്യമായിട്ട് എന്ത് കൊണ്ടുവന്നത്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ റോബർട്ട് ഓവൻ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. കോപ്പറേഷൻ്റെ പിതാവാണ് ആര്, റോബർട്ട് ഓവൻ എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലുള്ള ആളാണ്, കോപ്പറേഷൻ്റെ പിതാവായിട്ടാണ് ഇയാളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇയാളാണ് ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ നിന്ന് ആരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്, ഈ നമ്മളുടെ ഈ ലേബേഴ്സിനെല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇംഗ്ലണ്ടിലെ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ഇയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറെ കുറച്ച് ആൾക്കാരും, കുറച്ച് സോഷ്യൽ റിഫോമേഴ്സ്, സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് പറയില്ലേ, സോഷ്യൽ റിഫോമേഴ്സ് വന്നു. അതുപോലെ തന്നെ ഡോക്ടർ വില്യം കിങ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി, ഇങ്ങനെയുള്ള കുറച്ച് വ്യക്തികൾ ഇയാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഉണ്ടായിരുന്നു. അതായത് ഇയാൾ ചെയ്ത പ്രവർത്തനങ്ങളെ ഇവരെല്ലാം പിന്നീടുള്ള വർഷങ്ങളിൽ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് പോന്നിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്തത്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് നിങ്ങൾ ഓരോ രാജ്യങ്ങളുടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മറന്നു പോകാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാൻ വിചാരിച്ചാൽ കഴിയില്ല. നിങ്ങൾ ഇതൊരു സ്റ്റോറി പോലെ നിങ്ങളിങ്ങനെ മനസ്സിൽ ഞാനിങ്ങനെ ഇത് പറയുന്ന സമയത്ത്, ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പിക്ചറൈസ് ചെയ്യുക. അങ്ങനെ ആ പിക്ചറൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിക്കും ഒരു സിനിമാ കഥ പോലെയൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. അങ്ങനെ ഒരു സിനിമ കാണുന്ന ഒരു രീതിയിൽ ഇത് കാണുക. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കാതെ തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ നിലവിൽ വന്നത്, ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം. നെക്സ്റ്റ്, റോബർട്ട് ഓവൻ
റോബർട്ട് ഓവനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആരാണ് റോബർട്ട് ഓവൻ എന്ന് പറയുന്നത്? ഹി ഈസ് ദ ഫാദർ ഓഫ് കോപ്പറേഷൻ, അല്ലേ? കോപ്പറേഷൻ്റെ പിതാവായിട്ടാണ് ആ റോബർട്ട് ഓവൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റോബർട്ട് ഓവൻ എന്ന് പറഞ്ഞ വ്യക്തി ജനിച്ചത് 14th May 1771 ന്യൂട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. അപ്പം ജനിച്ച സമയം വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയിലാണ് ആര് ജനിച്ചത്? റോബർട്ട് ഓവൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് തന്നെ അയാൾ എന്താണ്, വളരെ ചെറുപ്പത്തിൽ തന്നെ അയാൾ എന്ത് ചെയ്തിരുന്നു? പല മില്ലുകളിലായിട്ട്, തുണിമില്ലൊക്കെ ഇല്ലേ, തുണിമില്ലൊക്കെ ആയിട്ട് അയാൾ ജോലിക്ക് പോയിരുന്നു. അങ്ങനെ 10ാമത്തെ വയസ്സിലാണ് അദ്ദേഹം എന്താണ്, ഒരു ടെക്സ്റ്റൈൽസ് മില്ലിൽ അയാൾ പണിയെടുത്തത്. അതിനുശേഷം 13ാമത്തെ വയസ്സിൽ അയാൾ എന്താണ്, ഒരു വലിയൊരു ബിഗ് ടെക്സ്റ്റൈൽസിൽ അസിസ്റ്റൻ്റായിട്ട് അയാൾ വർക്ക് ചെയ്തു. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു എന്നാണ്, ലാസ്റ്റ് ആ മില്ലിൽ വർക്ക് ചെയ്തിരുന്ന റോബർട്ട് ഓവൻ പിന്നീട് മില്ലിൻ്റെ ഓണറായിട്ട് മാറി എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് അയാൾ ഓണറായിട്ട് മാറിയത്? മിൽ വർക്കറായിട്ടുള്ള റോബർട്ട് ഓവൻ മില്ലിൻ്റെ ഓണറായിട്ട് മാറി. അതായത് ആ മില്ലിൻ്റെ ഓണറുടെ മകളെയാണ് അദ്ദേഹം മാരി ചെയ്തത്. അപ്പോൾ അതിനുശേഷം, മാരേജിന് ശേഷം മിൽ ഓണർ, അതായത് അയാളുടെ ഫാദർ ഇൻ ലോ മരിച്ചതിന് ശേഷം പിന്നീട് റോബർട്ട് ഓവൻ ആരായിട്ട് മാറി? ആ മില്ലിൻ്റെ ഓണറായിട്ട് മാറി. ഈ റോബർട്ട് ഓവൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഓണേഴ്സിനെ പോലെയൊന്നല്ല. റോബർട്ട് ഓവൻ എന്ന് പറയുന്ന ആൾ നമ്മൾ ഹാപ്പിനെസ്സിന്, മനുഷ്യരുടെ ഹാപ്പിനെസ്, മാനുഷിക പരിഗണന, ഇതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തൊരു ആളാണ്. അപ്പം റോബർട്ട് ഓവൻ്റെ അഭിപ്രായത്തിൽ സർക്കംസ്റ്റാൻസസ് ആണ് ഒരാളെ ഗുഡ് ആക്കി മാറ്റുന്നതും ബാഡ് ആക്കി മാറ്റുന്നതും എന്നുള്ളൊരു അഭിപ്രായം ആർക്കുണ്ട്? റോബർട്ട് ഓവന് ഉണ്ട്. അപ്പോൾ ഇയാളുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സർക്കംസ്റ്റാൻസസിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറും എന്നാണ് ഇയാളുടെ ഒരു വ്യത്യാസം. അങ്ങനെ ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് റോബർട്ട് ഓവൻ എന്ത് ചെയ്തു? അയാളുടെ മില്ലിൽ അയാൾ ഒരു കുറേ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അതായത് 17 hours ഓരോരുത്തർക്ക് എന്താണ് വർക്ക് കൊടുത്തിരുന്നത്. ആ 17 hours അയാൾ റെഡ്യൂസ് ചെയ്തിട്ട് 10 hours ആക്കി. അതുപോലെ വർക്കേഴ്സിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നല്ല വർക്കിംഗ് കണ്ടീഷൻ അയാൾ പ്രൊവൈഡ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ്, ചൈൽഡ് ലേബറൊക്കെ അയാൾ നിരോധിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ എന്ത് ചെയ്തു? റോബർട്ട് ഓവൻ അയാളുടെ മില്ലിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ആളുകൾക്കെല്ലാം അവിടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. അതുകൊണ്ട് തന്നെ അതോടൊപ്പം അതിൻ്റെ പ്രൊഡക്ഷനും ഇൻക്രീസ് ആയിട്ട് വന്നു. അങ്ങനെ റോബർട്ട് ഓവൻ എന്താ ചെയ്തത്? പിന്നീട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അതായത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടും ജനറൽ എഡ്യൂക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടും റോബർട്ട് ഓവൻ സ്കൂളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അയാളുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ റോബർട്ട് ഓവൻ നടത്തിയിട്ടുള്ള കുറേ റിഫോർമേഷൻസ് ഉണ്ടല്ലോ, ഇതേ രീതിയിൽ മറ്റുള്ള മില്ലിൻ്റെ ഓണേഴ്സും ഇതേ രീതി അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിട്ട് നമ്മളുടെ ഇംഗ്ലണ്ടിന് മുന്നോട്ട് പോകാൻ പറ്റും എന്നായിരുന്നു റോബർട്ട് ഓവൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ അയാൾ നിരവധി മിൽ ഓണേഴ്സിനെയൊക്കെ താൻ നടത്തിയിട്ടുള്ള രീതിയിലുള്ള പരിഷ്കാരങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് സമീപിച്ചു. പക്ഷെ അവരൊന്നും എന്താണ്, ഈ വക കാര്യങ്ങളൊന്നും ചെവികൊണ്ടില്ല. അതുകൊണ്ട് തന്നെ റോബർട്ട് ഓവൻ്റെ മില്ലൊഴികെ ബാക്കിയുള്ള മില്ലുകളിലൊക്കെ ആൾക്കാർക്ക് എന്താണ്, വളരെ കഷ്ടപ്പാടുകളായിരുന്നു. കാരണം ഒരുപാട് സമയം അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക, ലോ വേജസ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. പിന്നീട് റോബർട്ട് ഓവൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, കോപ്പറേറ്റീവ് മാതൃകയിൽ ഒരു സിസ്റ്റം വരികയാണെന്നുണ്ടെങ്കിൽ ഈ വർക്കേഴ്സിൻ്റെ ഈ കഷ്ടപ്പാടുകളെല്ലാം മാറും എന്നായി റോബർട്ട് ഓവൻ വിചാരിച്ചു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ഈ കോപ്പറേറ്റീവ് മോഡലിൽ എന്ത് ചെയ്യാൻ, ഒരു സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് തീരുമാനിച്ചു? റോബർട്ട് ഓവൻ തീരുമാനിച്ചു. ഇനി അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് കേൾക്കുക, ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ കേൾക്കുക. കേട്ടിട്ട് ബാക്കി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ പറയാം. ഓക്കെ.